ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 2-3 വചനങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ വിചാരണയിൽ ഉള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ജോലികൾ, വേലകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഗവൺമെൻറ് സർവീസിലും പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ മറ്റിതര ജോലികൾ ചെയ്യുമ്പോൾ ജോലിക്ക് ആവശ്യം ജോലി ചെയ്യുവാനുള്ള അറിവും കഴിവും അനുഭവ സമ്പത്തും മാത്രമാണ്. ജോലി ചെയ്യുന്ന ആൾക്ക് സ്നേഹമുണ്ടോ, കരുണയുണ്ടോ, മനസ്സലിവുണ്ടോ, സ്വഭാവശ്രേഷ്ഠതയുണ്ടോ എന്നൊന്നും പലപ്പോഴും ആരും തിരക്കാറില്ല. ജോലി ചെയ്യുവാൻ അറിയാമോ എന്ന് മാത്രമാണ് നോക്കാറുള്ളത്. എന്നാൽ ഒരു സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് ആഗ്രഹിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് സ്വഭാവശ്രേഷ്ഠതയ്ക്കാണ്. മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സഭയുടെ അധ്യക്ഷനായി, മൂപ്പനായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ അനുവാദമില്ല. വിശ്വാസികളും അധ്യക്ഷന്മാരും തമ്മിലുള്ള ബന്ധം വഷളായി പോകുന്നതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, മാതൃകയായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ, സഭയെ മേയിച്ചുകൊള്ളുവിൻ എന്നുള്ളതാണ്. ഇന്ന് ഒരാൾ സഭയുടെ അധ്യക്ഷ പദവി ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ മൂപ്പനായി മാറണം എന്നാഗ്രഹിക്കുമ്പോൾ തനിക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള നേട്ടങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ സ്ഥാനത്ത് എത്തിയാൽ തനിക്കെന്ത് പ്രയോജനമുണ്ടാകും, നേട്ടമുണ്ടാകും എന്നതാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുവാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്തിരുന്നാൽ തനിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഉയർച്ചകൾ മനസ്സിലാക്കുന്നു. അതിന് ആഗ്രഹിച്ചുകൊണ്ട് ദുരാഗ്രഹത്തോടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചേരുന്നു. ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, ദുരാഗ്രഹത്തോടെ ഒരിക്കലും ആകരുത്. അധ്യക്ഷനായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അമിതമായ ബഹുമാനം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് ദുരാഗ്രഹമാണ്. പണസംബന്ധമായ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് ദുരാഗ്രഹമാണ്. കൂടുതൽ ശമ്പളം കിട്ടുമെങ്കിൽ അധ്യക്ഷ പദവിയിലേക്ക് എത്തുവാൻ വ്യഗ്രത കാണിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അധ്യക്ഷന്മാരാകുന്നതിന് താല്പര്യം കാണിക്കുന്നത് ദുരാഗ്രഹം കൊണ്ടാണ്. അവരുടെ ലക്ഷ്യം ദൈവജനത്തിൻ്റെ ക്ഷേമം എന്നതിനേക്കാൾ അവരുടെ വ്യക്തിപരമായ അജണ്ടകൾ, നിലനിൽപ്പ്, ഉയർച്ച ഇത് മാത്രമായിരിക്കും. അങ്ങനെയുള്ളവർ സഭയിൽ അധ്യക്ഷത വഹിച്ചാൽ തീർച്ചയായും സഭയ്ക്കായിരിക്കില്ല ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അധ്യക്ഷന്മാർക്കായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, മനഃപൂർവ്വമായിരിക്കണം അധ്യക്ഷത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളുടെ പിൻബലത്തിലല്ല, മറ്റുള്ളവരുടെ പ്രേരണയാൽ അല്ല, മനഃപൂർവ്വം ദൈവത്തിന് ഹിതമാവണ്ണം എന്ന് വിചാരിച്ചുകൊണ്ട് അധ്യക്ഷത ചെയ്യണം. ഉന്മേഷത്തോടെ ചെയ്യണം. ദൈവത്തിൻ്റെ വേല ഉദാസീനതയോടെ ആര് ചെയ്താലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അധ്യക്ഷത ചെയ്യേണ്ട ആളുകൾ ആവേശത്തോടെ, ഉന്മേഷത്തോടെ കർത്താവിൻ്റെ വേലയിൽ, സഭയിൽ വ്യാപൃതരായിരിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. അതുമാത്രമല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകൾ ആയി തീർന്നുകൊണ്ട് താൻ എഫെസോസിൽ 3 വർഷക്കാലം ഒരു സഭയെ മേയിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ
തൻ്റെ ജീവിതത്തിലെ മാതൃക എന്തായിരുന്നു എന്നുള്ളത് എഫെസോസിലെ മൂപ്പന്മാരോട് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 17 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഇന്ന് സഭകളിൽ വിശ്വാസികളും സഭാ നടത്തിപ്പുകാരും തമ്മിലുള്ള ബന്ധം വഷളായി പോകുന്നതും അതിൽ വാസ്തവമായിട്ടും ദൈവസ്നേഹം ഇല്ലാതെ പോകുന്നതുമൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളാണെങ്കിലും അധ്യക്ഷന്മാരാണെങ്കിലും ദൈവവചനപ്രകാരം അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് അവരെത്തിച്ചേരുക എന്നുള്ളതാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ, അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്ന പരിഹാരമാർഗം. ദൈവസഭ ഒരിക്കലും ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാൻ പാടില്ല. കർത്താവിൻ്റെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടുവാൻ പാടില്ല. വിശ്വാസികളും ദൈവദാസന്മാരും അല്ലെങ്കിൽ അധ്യക്ഷന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന വിള്ളലുകളും അതിനെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങളും വാദങ്ങളും വ്യവഹാരങ്ങളും ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരുപക്ഷത്തും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുവാൻ, ദൈവനാമം മാത്രം ഉയരട്ടെ എന്നുള്ള ചിന്തയിൽ ജീവിപ്പാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. എല്ലാ നിലയിലും വചനമനുസരിപ്പാൻ വചനം കേൾക്കുന്നവർക്ക് കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ